പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നലെയും കൃപാസനത്തിലെ ഒരു മോള് കൃപാസനത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ പലപ്പോഴും ആൾക്കാർ സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒത്തിരി പേർക്ക് ഇത് പുറത്തുള്ള എല്ലാവർക്കും തന്നെ ഇതൊരു അവിശ്വാസമായിട്ട് തോന്നും. നമ്മുടെ ഷാജിസിൻ്റെ തുമ്പച്ചരച്ചൻ്റെ സുഗന്ധവാഹിനി അമ്മ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടിറങ്ങിയപ്പോൾ ചില സെമിനാരി ആ പാട്ട് പാടിക്കത്തില്ലായിരുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും അക്കാഡമിക്കൽ എററുണ്ടെന്ന് കണ്ടിട്ടായിരിക്കും അത് പറയാതിരുന്നത്, പാടിക്കാതിരുന്നത്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, നമ്മളുടെ അറിവിൻ്റെ, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളുടെ അപ്പുറത്ത് ഒത്തിരിയേറെ ആധ്യാത്മിക അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരിക്കലേ ചെല്ലാനോ എന്നും പറഞ്ഞൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. ചെല്ലാനം നിങ്ങൾക്കൊക്കെ ഫേമസ് സ്ഥലമാണ്. ഞാൻ ആ ഇടവകെ 11 ധ്യാനം നടത്തിയിട്ടുണ്ട്. എനിക്ക് കൊച്ചി രൂപതയോട് പ്രത്യേക കടപ്പാടുള്ളത് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിലൊക്കെ എന്നെ എപ്പോഴും ധ്യാനത്തിന് വിളിച്ചുകൊണ്ടിരുന്ന കൊച്ചി രൂപതയാണ്. ഈ ഒരു ഇടവകയിൽ 11 ധ്യാനം നടത്തിയിട്ടുണ്ടെങ്കിൽ 11 വർഷം അടുപ്പിച്ച് ധ്യാനിപ്പിച്ച നില എൻ്റെ അടുത്താണ്. ഞാൻ ഒരു ദിവസം അവിടെ ഒരു കൊച്ചു പള്ളി, കായലിൻ്റെ നടുക്ക് കുറേ ചിറകളാണ്, ചിറയും തോടും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ കായലിൻ്റെ നടുക്ക് ഒരു പള്ളി, ചാപ്പൽ അവർ നിർമ്മിച്ചു, ഇടവക്കാർ, കുരിശുപള്ളി. അപ്പോൾ ആദ്യമായത് കാരണം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനനുബന്ധമായിട്ട് അവർ ധ്യാനം വഹിച്ചു. അപ്പോൾ എന്നെ വന്ന് വിളിച്ച്, അപ്പോൾ അത് ആ കൊച്ചു ഒരു ചാപ്പലാണ് ശരിക്കും. അപ്പോൾ ഞാൻ ധ്യാനിപ്പിക്കാൻ നേറ്റ്. പക്ഷേ നമ്മുടെ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ, റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ചിറപ്പുറത്ത് കൂടി ഉള്ളിലോട്ട് പോയെങ്കിലാണ് ഈ പള്ളി. കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ ചെന്ന ദിവസം ഭയങ്കര ഇടിയും വെട്ടി മഴ പെയ്തു. അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ പ്രദേശം മുഴുവനും ചിറയെല്ലാം മുങ്ങി കായലും കരയും അറിയാതെ ഇങ്ങനെ മുഴുവൻ മൊത്തം വെള്ളമായിട്ട് കിടക്കുക. നമ്മളൊരു കടലിലോട്ട് നോക്കണ പോലെ ഇരിക്കും. അപ്പം ഞാനോട് ദൈവത്തിന് അറിയാമായിരുന്നില്ല ഈ ഇത്രയും കഷ്ടപ്പാടാണ് ധ്യാനമെന്ന്. അത് രസത്തില്ല, വിചാരിച്ചപ്പോഴും വന്നില്ല ആ ധ്യാനത്തിന്. ആൾക്കാർ തന്നെ വളരെ വളരെ അപൂർവം ആൾക്കാരാണ് വന്നത്. ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് ചില സമയത്ത് ആൾക്കാർ കുറയും. അൽഫോൻസാമ്മയുടെ അടക്കത്തിനൊക്കെ 50 പേരെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ. ഞാൻ എപ്പോഴും അതിരുന്ന് നോക്കും.
ആ 50 പേരെന്ന് പറയുന്നത് പുണ്യപ്പെട്ട മനുഷ്യരാണ്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് ആൾക്കാരെ ദൈവം തന്നെ ചുരുക്കിക്കളയും. എന്ന് വെച്ചാൽ നമുക്ക് തോന്നും നമുക്കെതിരെ എന്തോ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് എന്തോ കുഴപ്പം സംഭവിച്ചതാണെന്ന് തോന്നും. അന്നല്ല കാര്യം. ചില വലിയ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു എഡിറ്റിങ് വരും. അതാണ് ഈശോ പറഞ്ഞത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. അപ്പം നീ ഇപ്പോൾ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയം. ഇപ്പം ഇന്ന് കൃപാസനത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്താണെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരത്തിയാണ്. അവൾ പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു, ഉടമ്പടി 3 പുതുക്കി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ല. കാര്യം എനിക്ക് ഈ പത്രം കൊണ്ടടന്ന് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ചമ്മല. പത്രം കൊടുക്കണം, പിന്നെ എനിക്ക് രാവിലേക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. രാവിലേക്ക് എഴുന്നേക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാലം ഈ ജന്മത്തിൽ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നി, ശരിക്കും പറഞ്ഞാൽ മാതാവ് ഈ ഉടമ്പടി തന്ന കാലത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴും ഉള്ളേ. മാതാവ് ഉടമ്പടി തന്ന കാലത്തുള്ളതാണ് ഈ പത്രം കൊണ്ടടന്ന് കൊടുക്കുക, അതുപോലെ തന്നെ രാവിലെ 5:30 എഴുന്നേൽക്കുക എന്നുള്ളതല്ല. അപ്പം മാതാവ് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനത് മുതൽ മുടക്കാൻ കഴിയാത്തവൻ പുറത്ത് തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് മാതാവ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് മുതൽ മുടക്കാൻ കഴിയുള്ളവൻ അതിനുവേണ്ടി അതിൻ്റെ ഭാഗഭാഗത്വവും ഗുണഭോക്താവും ആകണം. അപ്പം നിങ്ങളെ ഈ ചെറിയ അജഗണം എന്ന വചനം എടുത്ത് ലൂക്ക 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ചില സ്ഥലത്ത് നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ പേരിൽ ചില സമയത്ത് നമ്മളെ സപ്പോർട്ടേഴ്സ് കുറയും. ഇപ്പം ഞാനൊക്കെ ആദ്യം ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ 0 സപ്പോർട്ടേഴ്സായിരുന്നു. ഓരോ വിഷയത്തിനും അങ്ങനെയായിരുന്നു. ഓരോ വിഷയത്തിനും എല്ലാം ദൈവത്തിൻ്റെ ഓരോ കാര്യം. ഉടമ്പടി ആക്കുമ്പോൾ ഞാൻ കടലോരം നടത്തുമായിരുന്നു. എല്ലാം പുതിയ ശുശ്രൂഷകളാണ് കർത്താവ് ഏൽപ്പിച്ചത്. പക്ഷെ അതിനെല്ലാം ആദ്യം നമുക്കൊരു സപ്പോർട്ടും കിട്ടത്തില്ല. നല്ല സപ്പോർട്ടാകുമ്പോൾ ഞാനത് നിർത്തിക്കളെ. അതിൻ്റെ കാര്യം അതിൻ്റെ എന്താ പറഞ്ഞ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണം എന്നാണ്. അപ്പൊ ഈ നമ്മളെ ചെറിയ ഒരു ഞെരുങ്ങിയ സാഹചര്യങ്ങളില്, കുറഞ്ഞ സാഹചര്യങ്ങളില്, പേരില്ലാത്ത സാഹചര്യങ്ങളില്, ആകർഷണമല്ലാത്ത സാഹചര്യങ്ങളില് കർത്താവിൻ്റെ സുവിശേഷം സാക്ഷിക്കുമ്പോൾ അത് പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ പ്രസാദം വരണത്. അപ്പം എപ്പോഴും ഒരിക്കലും ഓർക്കണം ചില ഇപ്പം നമുക്ക് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ പലപ്പോഴും അംഗീകാരം കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരത് അംഗീകരിക്കണമെന്നോ ഏറ്റെടുക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ഏറ്റെടുക്കാത്തൊരു കാലവും അംഗീകരിക്കാത്തൊരു കാലവുമായിരിക്കും കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കാലം. ഞാൻ ആ ചെല്ലാനവളുടെ കാര്യം പറഞ്ഞില്ലേ, അത് നാളെ പറയാം. ഇപ്പോഴേ ഈ ആശയം കറക്റ്റായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെ ട്രയൽ 4 പ്രാവശ്യം കിട്ടാതെയായപ്പോൾ എന്നെ പഠിപ്പിച്ച സാറിന് വിഷമമായി. ഞാനൊരു ചായയൊക്കെ കുടിച്ച് നല്ല ഊഷ്മളവതിയായി നല്ല സന്തോഷത്തോടെ വന്നിരുന്നു. കാരണം എനിക്കത് കിട്ടും, ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ളതാണ്, എന്നെ അതിന് അമ്മ പ്രാപ്തയാക്കും. എനിക്കെന്നെ നല്ല ഉറച്ച ബോധ്യത്തോടു കൂടി ഞാൻ അത് എടുത്തു. മിടുക്കിയായി ഞാൻ ആ ടെസ്റ്റ് പാസ്സായി. എൻ്റെ സാറ് പറയുകയുണ്ടായി, നല്ല എക്സ്പീരിയൻസ് പോലും എടുക്കാത്ത ആൾ എടുത്തതുപോലെയാണല്ലോ നിഷാമാഡം എടുത്തത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ വളരെയധികം നന്ദി. പിന്നെ എനിക്ക് കുറേ ദിവസമായിട്ട് എൻ്റെ നെഞ്ചിനകത്തിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് ഹോസ്പിറ്റലിൽ പോയാൽ അവർ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറയും. എനിക്കതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ അമ്മയുടെ തൈലം, ഈ ഇവിടുന്ന് കൊണ്ടുപോയ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ നെഞ്ചത്ത് തേച്ചു. അതിൽ പിന്നെ ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പലവിധമായ അസുഖങ്ങളിലേക്ക് മാറാകുന്ന ആ നെഞ്ചുവേദന ചെടിക നേരം കൊണ്ട് അത് വേഗം മാറി. അതുപോലെ തന്നെ എനിക്കൊരു ദിവസം അകത്ത് നിന്നപ്പോൾ, അടുക്കളയിൽ നിന്നപ്പോൾ എനിക്ക് ഒരടി നടക്കാൻ വയ്യ. എനിക്ക് ഈ വയറിൻ്റെ സൈഡിൽ ഇരുന്നൊക്കെ ഭയങ്കര അതിശക്തമായ വേദന. എനിക്കൊരടി നടക്കാനോ ഒന്നും ചെയ്യാനോ ആരുമില്ല, ആരെ വിളിക്കാനും വീട്ടിൽ ആരുമില്ല. ഞാനൊരു പ്രകാരത്തിൽ ആ മുറിയിൽ ചെന്ന് അമ്മയുടെ തൈലം എടുത്ത് ഞാൻ ഈ വശത്ത് പുരട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, അത് മാറി. അതുപോലെ എൻ്റെ കാലെനിക്ക് നിലത്ത് നിൽക്കുമ്പോൾ വേദനയായിരുന്നു, അതും മാറിക്കിട്ടി. ഞാനിപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോവാറില്ല. എല്ലാത്തിൻ്റെയും നാഥയായ ഔഷധം തന്നെയാണ് അമ്മ. ആ മരുന്നുള്ളപ്പോൾ നമ്മൾ എന്തിന് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങണം? അങ്ങനെ ഞാൻ ആ തൈലം പുരട്ടി, എനിക്കതെല്ലാം മാറി. അങ്ങനെ ഇന്ന് എല്ലാവിധ അതുപോലെ എൻ്റെ സഹോദരൻ്റെ മകന് 4 വർഷമായി ഞങ്ങൾ വിവാഹം ആലോചിക്കുന്നു. എന്ത് ചെയ്താൽ ആകുന്നില്ല. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചിട്ടും ആകുന്നില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി, അമ്മ ആ മകനൊരു മകളെ കൊടുക്കണം, ഒരു സാക്ഷിയാക്കി നിർത്തണം, ഞങ്ങളുടെ കഴിവിനും അപ്പുറമാണ് അമ്മ, അത് അവിടെ ചെന്ന് ഇടപെട്ട് നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിയുന്നതിന് മുമ്പേ ഒരു ആലോചന വരികയും അത് ഉറച്ച മട്ടിലേക്ക് ഇരിക്കുകയും ചെയ്തു. ഇനിയും 1000 അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത്. അമ്മയ്ക്കും തിരുകുമാറിനും കോടി നന്ദി പറയുന്നു. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എന്തെല്ലാം എന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇത് കേൾക്കുന്ന ആരും മക്കളെ ചൊല്ലിയും എന്തിനെ ചൊല്ലിയും ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ മുറ്റത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ അമ്മ തീർച്ചയായും നമ്മുടെ കൂടെ പോരും. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമത്തിലിരുന്ന സങ്കടത്തിലായിരുന്നു. ആകെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഞാനിവിടെ വന്നത്. സീറോ ആയ മകളെ ഹീറോ ആക്കാൻ അമ്മയ്ക്കും തിരുകുമാറിനും മാത്രമേ സാധിക്കൂ. ഇനിയും ഒരു സാക്ഷിയായി ഇവിടെ കയറി വരുവാൻ എനിക്ക് ഇനിയും അനുഗ്രഹങ്ങൾ തരും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത്. എൻ്റെ പേര് മേഴ്സി വർഗീസ്, തൃശ്ശൂർ ജില്ലയിൽ കാതികുടത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 28/9/22 ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ചേച്ചിയുടെ കാലുമ്പോൾ വെരിക്കോസ് വെയിൻ വഴി കടിച്ച് പൊട്ടി പഴുത്തത് വ്രണമായിരിക്കുകയായിരുന്നു. 4 മാസമായിട്ടും അത് ഉണക്കമുണ്ടായിരുന്നില്ല. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും അതൊരു കുറവുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞ് സമയമെടുക്കും ഉണങ്ങുവാനായിട്ടെന്ന്. ചേച്ചി ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ കാല് മുറിച്ച് കളയേണ്ട വരുമെന്നാണ് ചേച്ചിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാനത് പ്രകാരം പോയി ഉടമ്പടി തൈലം കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇത്തിരി തൈലം ചേച്ചിക്ക് കൊടുത്തിട്ട് വരികയും ഉപ്പും കൊടുത്തിട്ട് വന്നു. അത് ചേച്ചി എന്നും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായി ആ വ്രണം ഉണങ്ങി ശരിക്കും അത് നമ്മുടെ സാധാരണ കാല് പോയി. പിന്നെ എൻ്റെ മൂത്ത സഹോദരനായ വർഗീസിന് ലിവറിൽ വെള്ളം കെട്ടായി ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ 50% പോലും സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പുറത്ത് കിടത്തിയപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ കോമ സ്റ്റേജിലൊക്കെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് കിടത്തി ഞങ്ങളെ കാണിച്ചപ്പോൾ ഉടമ്പടി തൈലം പുരട്ടി നാവിലും ശരീരത്ത് മൊത്തം പുരട്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് ആൾക്ക് രോഗസൗഖ്യമുണ്ടായത്. ഇപ്പോൾ ആൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇച്ചിരി മദ്യപാനം കൂടുതലായിരുന്നു ആൾക്ക്. മക്കളില്ലാത്ത ദുഃഖം ആൾ മദ്യപാനത്തിലാണ് കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും മദ്യപാനം ഉപേക്ഷിച്ചു ആൾ. പിന്നെ എൻ്റെ മരുമകന്
ഡിസ്ക് സംബന്ധമായ ഒരു ബൾജ് ആയിരുന്നു അവന്. എന്നിട്ട് അത് 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവന് വേദന കുറഞ്ഞില്ല. പിന്നെ അവൻ ജർമ്മനിയിലാണ്. അവന് തൈലം ഞാൻ ഇത്തിരി കൊടുത്തഴിക്കുകയും അവൻ അവിടെ ഇരുന്ന് പുരട്ടി പ്രാർത്ഥിക്കുകയും ഞാൻ എൻ്റെ തണ്ടലിന് പുരട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവന് അത് സംബന്ധിച്ചുള്ള യാതൊരു വേദനകളും ഇപ്പോൾ അവനില്ല. യേശുവിന് മഹത്വം. പിന്നെ എൻ്റെ മകനായ നിതിന് വിദേശത്ത് പോകാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. അവന് ജർമ്മനിയിലേക്കും മാൾട്ടയിലൊക്കെ പോകാൻ വേണ്ടി ഓരോ പേപ്പർ വർക്കുകൾ ചെയ്തെങ്കിലും അതെല്ലാം ക്യാൻസലായി പോയി. അവന്